ഹായ് എവ്രി വൺ, സ്മാർട്ട് ആൻഡ് ഈസി ആക്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയ ലെബനീസ് സാലഡാണ്. ഫത്തൂഷ്. ഇതൊരു ഫ്രഷ് വെജിറ്റബിൾ സാലഡാണ്. മിഡിൽ ഈസ്റ്റേൺ റെസ്റ്റോറൻറ്റിൽ നിന്നും ലഭിക്കുന്ന ലെബനീസ് ഓതന്റിക് ടേസ്റ്റിൽ നമ്മൾ ഈ ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി സാലഡ് ഇവിടെ ഉണ്ടാക്കുകയാണ്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയ സാലഡാണിത്. ടേസ്റ്റി എന്നുള്ളത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും സാലഡ് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം. ഫൈബേഴ്സും മിനറൽസും വിറ്റാമിനുകളും ലോ കലറിയായി നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണെന്നൊക്കെ നമുക്കറിയുന്നതാണ്. പക്ഷെ അത് കഴിക്കാനുള്ള ആ ഒരു ടേസ്റ്റിൻ്റെ കുറവാണ് എല്ലാവരും സാലഡ് കഴിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിനുള്ള ഒരു കാരണം. അപ്പം നമ്മളിവിടെ മിഡിൽ ഈസ്റ്റേൺ റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ഓതന്റിക് ടേസ്റ്റിലാണ് ഇവിടെ ഒരു സാലഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ലഞ്ചിനും ഡിന്നറിനൊക്കെ മുൻപേ നമ്മൾ ഈ ഒരു സാലഡ് കഴിക്കുകയാണെങ്കിൽ നല്ല ഡൈജഷൻ, അതുപോലെ ഓവർ ഈറ്റിംഗ് കുറയ്ക്കാനും അതിലൂടെ വെയിറ്റ് ലോസ് ഒക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കുന്ന സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാലഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ലെമൺ ജ്യൂസ്, ഒലീവ് ഓയിൽ, അങ്ങനെ കുറച്ച് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഡ്രസ്സിങ് ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മാജിക് ഡ്രസ്സിങ് ആണ് ഈ ഒരു സാലഡിൻ്റെ ടേസ്റ്റ് ലഭിക്കാൻ കാരണം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ കാണണം. എന്നാൽ മാത്രമാണ് ആ ഒരു സ്പെഷ്യൽ ഡ്രസ്സിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ക്രഞ്ചി ആൻഡ് ഹെൽത്തി ടേസ്റ്റി ആയ ഈ ഒരു സാലഡ് ലെബനീസ് ഒതന്റിക് ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ സാലഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആദ്യത്തെ നമ്മളുടെ ഇൻഗ്രീഡിയൻറ്റ് ലെറ്റ്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ആ ലെറ്റ്യൂസ് നന്നായി കഴുകി വൃത്തിയാക്കി മീഡിയം സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഗ്രീൻ ക്യാപ്സിക്കാണ്. അപ്പോൾ അത് നമ്മൾ ഒരു മീഡിയം സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ കാണുന്നത് റെഡ് റാഡിഷ് ആണ്. അപ്പോൾ ഇത് നമ്മൾ റൗണ്ടായി ചെറുതായി കട്ട് ചെയ്തെടുക്കുക. പിന്നെ അടുത്തത് ഓണിയൻ ആണ്. അപ്പോൾ അത് നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ക്യുക്കുംബർ, അത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ അടുത്തത് പാഴ്സലി ലീവ്സ് ആണ്. അത് നമ്മൾ ചെറുതായി വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ, അപ്പോൾ അതും നന്നായി നമ്മൾ ചെറുതായി കട്ട് ചെയ്യണം. പിന്നെ ഇതിൽ ഒരു ലെമൺ ആവശ്യമാണ്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സാലഡ് ടേസ്റ്റി ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാജിക് ഡ്രസ്സിങ് ആണ്. അപ്പോൾ നമുക്കത് തയ്യാറാക്കാം. ഈ കാണുന്ന സുമാക് പൗഡറാണ്. ഇതൊരു പുളിയുള്ള ഒരു സ്പൈസാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഓൺലൈനായിട്ടൊക്കെ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അറബിക് സാലഡിലും ഡിഷസിലൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ടേബിൾ സ്പൂണാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അടുത്ത പെപ്പറാണ്. നമ്മൾ ഈ പെപ്പർ പൊടിച്ചെടുത്താണ്. അപ്പോൾ ഇതൊരു ടേബിൾ സ്പൂണാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലെമൺ എടുത്ത് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടണം. ഒരു ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ഇതിലിടുന്നത്. അടുത്തായി നമ്മൾ ഇതിൽ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ഒരു ഡ്രസ്സിങ്ങിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പോമഗ്രാനൈറ്റ് സിറപ്പാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനിലും നമുക്കിത് കിട്ടും. ഗ്രാൻഡൈൻ മൊളാസസ് എന്നാണ് ഇതിൻ്റെ പേര്. പോമഗ്രാനൈറ്റ് സോസ് നമ്മൾ സെർച്ച് ചെയ്താലും ഓൺലൈനിൽ നമുക്കിത് കാണാൻ പറ്റും. പല ബ്രാൻഡുകളുണ്ട്. നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് കുറച്ച് പുളിയും മധുരമൊക്കെ ചേർന്ന ഒരു നല്ലൊരു ടേസ്റ്റാണ്. മധുരമാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിത് മിക്സ് ചെയ്ത് അതിനുശേഷം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ചെറുതായി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഓരോരുത്തർക്കും പല ടേസ്റ്റാണ്. ചിലർക്ക് കൂടുതൽ പുളിയുള്ളത് ഇഷ്ടമായിരിക്കാം, ചിലർക്ക് കുറച്ച് പുളി മതിയാവും, ചിലർക്ക് മധുരം കുറച്ച് മതിയാവും. അപ്പോൾ അതിന് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളത് ടേസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കാനായിട്ട്. നമ്മളിതിൽ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്.
ഇനി നന്നായി നമുക്ക് ഈ ഡ്രസ്സിങ് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായി നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഓരോന്നായി ആഡ് ചെയ്ത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾസിനെ നമ്മൾ സെറ്റ് ചെയ്ത ആ ഡ്രസ്സിങ്ങിലേക്ക് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഈ സാലഡിലെ ലാസ്റ്റത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, ഒരു കുബൂസാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെറിയ പീസുകളായി നമ്മൾ കുബൂസിനെ കട്ട് ചെയ്ത് അതിനുശേഷം ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ട് ഈ കട്ട് ചെയ്ത കുബൂസിനെ നന്നായി മൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കുബൂസ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സാലഡിലേക്ക് നമുക്ക് ഈ ഒരു കുബൂസിനെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള ലെബനീസ് സാലഡ് ഫത്തൂഷ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണിത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് നിങ്ങൾ ഈ സാലഡ് ട്രൈ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.